CPIM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കേസെടുക്കാൻ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. സൗത്ത് പോലീസ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടി. വെളിപ്പെടുത്തൽ തള്ളി CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ഇടപെടുമെന്ന് BJP വ്യക്തമാക്കി. വിവാദം തുടരുമ്പോഴും നവസഖാക്കളെ വിമർശിച്ച് ജി സുധാകരൻ രംഗത്ത് വരികയും ചെയ്തു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, വീണ്ടും ജി സുധാകരൻ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നടത്തിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ, അതാണ് ഇപ്പോൾ വലിയ വിവാദവും കേസുമായിരിക്കുന്നത്. ഇതിപ്പോൾ പോലീസിന്റെ കൂടി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. അതിന് നിയമോപദേശം തേടിയെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ 1989 നടന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തലായതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കുമ്പോൾ തെളിവ് ഏറ്റവും പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലെ സാധ്യതകൾ തേടിക്കൊണ്ടാണ് നിയമോപദേശം ആലപ്പുഴ സൗത്ത് പോലീസ് തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സൗത്ത് പോലീസിന് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു വശത്ത് കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇത് പാർട്ടിയെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുകയാണ്, പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വെട്ടിലാകുന്നത് CPIM നേതൃത്വം തന്നെയാണ്. കാരണം CPIM നേതാക്കൾക്കൊപ്പമാണ് താൻ 89 നടന്ന 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് തിരുത്തി ആ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിക്കാൻ ആലപ്പുഴ ജില്ലാ നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇത് മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ മുമ്പിലുള്ളത് എന്നടക്കമുള്ള പ്രതികരണമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന NGO സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ വിധത്തിലുള്ള പ്രസംഗം ഉണ്ടായിരുന്നത്. അത് പാർട്ടി കൃത്യമായി പരിശോധിച്ച് എന്താണ് ജി സുധാകരൻ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന NGO യൂണിയനിലെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നേറ്റ ചടങ്ങിൽ സംസാരിച്ചെന്ന് കൃത്യമായി പാർട്ടി പരിശോധിച്ചു. പാർട്ടി പരിശോധിച്ച ശേഷം ഇങ്ങനെ ഒരു പാരമ്പര്യം ജി സുധാകരൻ പറയുന്നത് പോലെയുള്ള ഒരു പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഈ വിധത്തിൽ തപാൽ വോട്ട്, പോസ്റ്റൽ വോട്ട് തിരുത്തി എങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കും? ഒപ്പം തന്നെ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന പരാമർശം കൂടിയാണ് പാർട്ടി നൽകുന്നത്. അതായത് ജി സുധാകരന്റെ സാധാരണ പ്രസംഗ ശൈലിയാണത്, അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഒപ്പം തന്നെ നിയമ നടപടികൾ നടക്കട്ടെ, ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കട്ടെ എന്നും ഉള്ള പ്രതികരണമാണ് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഉള്ള കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. അദ്ദേഹത്തിനെതിരെ എന്താണെങ്കിലും കേസ് എടുക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട BJP കൂടി ഈ കേസിന്റെ ഭാഗമാകും. ജി സുധാകരനെതിരെ ഉള്ള നിയമ നടപടികളിൽ ഇടപെടുമെന്ന് BJP കൂടി പറയുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസും CPIMും ഇതുവരെയും തപാൽ വോട്ടുകൾ മതി, EVM വോട്ടുകൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യായ വിവരങ്ങൾ നടത്തിയതിന്റെ കാര്യം ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഇപ്പോഴും തപാൽ വോട്ടുകൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം കോൺഗ്രസും CPIM ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജി സുധാകരന്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെതിരെ പരാതിയുമായി പൊതുജനങ്ങളടക്കമുള്ള ആളുകൾ എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ മൃദു സമീപനമാണ്. ജി സുധാകരന്റെ സത്യസന്ധമായ വെളിപ്പെടുത്തലിനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ഇനിയും ഇത്തരം വെളിപ്പെടുത്തലുകൾ തുറന്നു പറയട്ടെ എന്നുമാണ് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ നേതാവായിട്ടുള്ള PCC ജനറൽ സെക്രട്ടറി A ഷുക്കൂറിന്റെ പ്രതികരണം ഉണ്ടായത്. പ്രജിൻ, വീണ്ടും ആലപ്പുഴയിൽ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ, അത് CPIMനെ പ്രതിരോധത്തിലാക്കുന്നു, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എതിർ പാർട്ടികൾ നിലവിൽ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങളുമായി ചേർന്നത്.